പ്യാരെ ബച്ചോ ആദാബ്. 9ാം ക്ലാസ്സിൽ ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിലെ മേരാ ഏക് ഖ്വാബ് ഹേ എന്നുള്ള പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, വരാനിരിക്കുന്ന നമ്മുടെ എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മേരാ ഏക് ഖ്വാബ് ഹേ എന്നുള്ളത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറുടെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു പാഠഭാഗമാണെന്ന് നമുക്കറിയാം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫൈൽ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഇഷാരകൾ തന്നിട്ടുണ്ട്. ഈ ഇഷാരകൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻസുകൾ സവാലാത്ത് തയ്യാർ കീജിയെ എന്നാണ്. ചോദ്യം എന്താണ്? ഇബാരത്ത് ഔർ സേ പഠിയെ ഇഷാറോ കി മദദ് സേ സവാലാത്ത് തയ്യാർ കീജിയെ. നിങ്ങൾ ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിലൊരു ചോദ്യം എന്തായാലും നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് മിക്കവാറും ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് തന്നെ ആയിരിക്കും. കാരണം നമ്മുടെ ക്രിസ്മസിന് ശേഷമുള്ള പാഠഭാഗത്തിൽ, അവധിക്ക് ശേഷമുള്ള പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് ഏത്? മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഈ ഒരു പാഠഭാഗം. നോക്കൂ, ഇവിടെ ആദ്യം മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനെ കുറിച്ച് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് ഇഷാരകളെ പരിചയപ്പെടാം. അതിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചോദ്യങ്ങളും നമുക്ക് നോക്കാം. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ കി പൈദായിഷ്. പൈദായിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനം. 1929 ജനുവരി 15 അദ്ദേഹം ജനിച്ചത്. 1929 ജനുവരി 15 അറ്റ്ലാന്റ് മേ ഹുയി. അറ്റ്ലാന്റ് എന്ന സ്ഥലത്ത്, അമേരിക്കയിലെ അറ്റ്ലാന്റ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഉൻകെ സബ്സെ ജ്യാദ മുത്താസിർ കർനെ വാലെ ശഖ്സ്. അദ്ദേഹത്തിന് സബ്സെ ജ്യാദ, ഏറ്റവും കൂടുതൽ, മുത്താസിർ, സ്വാധീനിച്ച, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി എന്ന് പറയുന്നത്, ഷഖ്സ് എന്ന് പറയുന്നത് ഗാന്ധിജി ഥേ. അത് ഗാന്ധിജി ആയിരുന്നു. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി ആരാണ്? ഗാന്ധിജി ആയിരുന്നു എന്ന പാഠഭാഗത്തിൽ പറയുന്നു. ഉനോനെ അദ്ദേഹം 1913 ആഗസ്റ്റ് 12 അമേരിക്കമേ അപ്നെ ലോഗോं के सामने, അമേരിക്കയിൽ തൻ്റെ ലോഗോं के सामने, തൻ്റെ ജനങ്ങൾക്ക് മുമ്പിൽ ഏക് യാദ്ഗാർ ഖുത്ബ ദിയ. ഖുത്ബ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളിയാഴ്ചകളിലൊക്കെ ഖുത്ബ കേൾക്കുന്നുണ്ടല്ലേ, പ്രസംഗം. തൻ്റെ ജനങ്ങൾക്ക് മുമ്പിൽ അമേരിക്കയിൽ വെച്ചിട്ട് എപ്പോഴാണ്? 1913 ആഗസ്റ്റ് 12 അദ്ദേഹം ഒരു ഖുത്ബ നിർവഹിച്ചു, ഒരു പ്രസംഗം നിർവഹിച്ചു. എന്തായിരുന്നു ആ പ്രസംഗം? അംഗ്രേസിയോം കെ ബച്ചോ, ഇംഗ്ലീഷുകാരുടെ കുട്ടികളും, അവർ കാലോം കെ ബച്ചോ, കറുത്ത വർഗക്കാരുടെ കുട്ടികളും. എന്താണ്? തഅലീമേ, പഠനത്തിൽ, ബരാബരി കെ ലിയെ, തുല്യതയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഉടൽ രഹേ ഹേ, അദ്ദേഹം എന്ത് ചെയ്തു? തുല്യതയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഉറച്ചു നിന്നു. പഠനത്തിൻ്റെ കാര്യത്തിൽ കറുത്ത വർഗക്കാർക്കും, അതേപോലെ കറുത്ത വർഗക്കാരുടെ മക്കൾക്കും, അതേപോലെ ഇംഗ്ലീഷുകാരുടെ മക്കൾക്കൊക്കെ തുല്യമായിട്ടുള്ള അവകാശമുണ്ട് എന്നുള്ള സമത്വത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഉറച്ചു നിന്നു. ഏപ്രിൽ 1998 ईस्वी में मार्टिन लूथर किंग जूनियर को ഗോലി മാർക്കർ കത്തൽ കർ ദിയ. അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. എപ്പോഴാണ് അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നത്? 1998 ഏപ്രിൽ മാസം. ഇനി തന്നിരിക്കുന്ന ഇഷാരകൾ നമുക്ക് പരിചയപ്പെടാം. നമുക്ക് പരിചയമുള്ളത് തന്നെയാണ്. കോൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം കൂട്ടുകാരെ? എന്താണ് കോൻ എന്ന് പറഞ്ഞാൽ? ആര് എന്നുള്ളതാണ്. കഹാം, എവിടെ. അതേപോലെ കബ്, എപ്പോൾ. ക്യൂം, എന്തുകൊണ്ട്. കൈസെ, എങ്ങനെ. ഇത്തരത്തിലുള്ള പദങ്ങൾ കൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കാൻ പറ്റണം. ഓക്കെ, ഈ ഒരു പാഠഭാഗം അല്ല, ഇനി ഏതൊരു ഭാഗം തന്നാലും ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിയണം. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റുമെന്നുള്ളത്. ഒന്നാമത്തെ ചോദ്യം, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ കബ് പൈദാ ഹുയി. കബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എപ്പോൾ. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പൈദായിഷ് 1929 ജനുവരി 15. അപ്പോൾ ചോദ്യം തയ്യാറാക്കുമ്പോൾ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ കബ് പൈദാ ഹുയി, കബ് എന്ന് കൊടുത്താൽ മതി. കബ് പൈദാ ഹുയി. പൈദായിഷ് എന്നുള്ളിടത്ത് എന്ത് കൊടുക്കുക? കബ് പൈദാ ഹുയി.
എപ്പോഴാണ് ജനിച്ചത്? ആര്? മാർട്ടിൻ ലൂതർ കിങ്. കബ് പൈദാ ഹുയി, എപ്പോഴാണ് ജനിച്ചത്? അപ്പൊ ആൻസർ എന്ന് നമുക്കറിയാം അല്ലെ, 1929 ജനുവരി 15-നാണ്. അടുത്ത ചോദ്യം എന്താണ്? മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ കി പൈദായിഷ് കഹാം ഹേ, എവിടെയാകുന്നു? മാർട്ടിൻ ലൂതർ കിങ് പൈദായിഷ് എവിടെയാണ്? അറ്റ്ലാന്റ. അറ്റ്ലാന്റ എന്ന സ്ഥലത്താണ്, അമേരിക്കയിലെ അറ്റ്ലാന്റ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, കഹാം പൈദാ ഹുയി. മാർട്ടിൻ ലൂതർ കിങ് എന്ന് നിങ്ങൾ കൊടുക്കുക കേട്ടോ. കഹാം പൈദാ ഹുയി, എവിടെയാണ് ജനിച്ചത്? മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പൈദായിഷ് കഹാം ഹുയി, എവിടെയാണ്? ഉൻകെ സബ്സെ ജ്യാദാ മുത്താസിർ, മുത്താസിർ എന്നുള്ള വേർഡിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു, സ്വാധീനിച്ച. ഉൻകെ സബ്സെ ജ്യാദാ മുത്താസിർ, അദ്ദേഹത്തിന് തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള കർണേ വാലെ ഷഖ്സ്, അങ്ങനെ പറഞ്ഞ വ്യക്തി കോൻ ഹേ, ആരാകുന്നു? ഉൻകെ സബ്സെ ജ്യാദാ മുത്താസിർ കർണേ വാല ഷഖ്സ് ഗാന്ധിജി ഹേ. എങ്ങനെ ക്വസ്റ്റ്യൻ കൊടുത്തത്? ഉൻകെ സബ്സെ ജ്യാദാ മുത്താസിർ കർണേ വാലെ ഷഖ്സ് കോൻ ഥേ. അവിടെ ഗാന്ധിജി എന്ന് കട്ട് ചെയ്തിട്ട് കോൻ ഥേ എന്ന് കൊടുത്തപ്പോഴേക്ക് എന്ത് ചെയ്തു? അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. മക്കളെ, നമ്മുടെ മനസ്സിൽ കോൻ, കബ്, കഹാം എന്നുള്ള വാക്കുകളുടെയൊക്കെ അർത്ഥമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് കൃത്യമായിട്ട് വായിച്ചിട്ട്, ആ തന്നിരിക്കുന്ന പാരഗ്രാഫ് ഒന്ന് വായിച്ചിട്ട് അതിലേക്ക് ഈ വേർഡ്സുകളൊന്ന് അനുയോജ്യമായ സ്ഥലത്തൊന്ന് ചേർത്ത് കൊടുത്താൽ തന്നെ എന്തായി? ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും. നോക്കാം ഇനി നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത്. വോ കഹാം യാദ്ഗാർ ഹുത്ബ ദിയ, അദ്ദേഹം എവിടെയാണ് യാദ്ഗാർ ഹുത്ബ നിർവഹിച്ചത്? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഹുത്ബ എന്താണ്? ദിയ, നിർവഹിച്ചത്. കഹാം, എവിടെയാണ് നിർവഹിച്ചത്? അമേരിക്കയിൽ തൻ്റെ ജനങ്ങൾക്ക് മുമ്പിൽ. അടുത്ത ചോദ്യം നോക്കൂ. വോ കബ് അമേരിക്കാമേ യാദ്ഗാർ ഹുത്ബ ദിയ, അദ്ദേഹം എപ്പോഴാണ് അമേരിക്കയിൽ യാദ്ഗാർ ഹുത്ബ ദിയ നിർവഹിച്ചത്? 1913 ആഗസ്റ്റ് 12-ലാണ് അദ്ദേഹം യാദ്ഗാർ ഹുത്ബ നിർവഹിച്ചത് അല്ലേ? സോറി, ആഗസ്റ്റ് 28-ന് കേട്ടോ. 1913 ആഗസ്റ്റ് 28-ന്. ഓക്കെ, വോ കിസ്കെ സാമനെ യാദ്ഗാർ ഹുത്ബ ദിയ, അദ്ദേഹം കിസ്കെ, ആരുടെ, കിസ്കെ ആരുടെ, കിസ്കെ ആരുടെ സാമനെ മുന്നിൽ യാദ്ഗാർ ഹുത്ബ ദിയ, ആരുടെ മുന്നിലാണ് അദ്ദേഹം യാദ്ഗാർ ഹുത്ബ, മറക്കാനാവാത്ത ഹുത്ബ നിർവഹിച്ചത്? ദിയ, നിർവഹിച്ചത്. ഓക്കെ, वो किन बच्चों की तालीम की बराबरी के लिए उड़ल रहे हैं, അദ്ദേഹം ഏതൊക്കെ തരത്തിലുള്ള കുട്ടികളുടെ പഠനത്തിന്റെ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ്, ബരാബരി കെ ലിയെ, തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ്, ഉടൽ രഹി ഹേ, അദ്ദേഹം ഉറച്ചു നിന്നത്? എന്താണ്? ആരുടെയാണ് ആൻസർ? നമുക്കറിയാം. ഉൻക ഇന്തിക്കാൽ കബുഹ, അദ്ദേഹത്തിന്റെ ഡെത്ത്, മരണം, കബുഹ എപ്പോഴാണ്? ഉൻക ഇന്തിക്കാൽ കൈസെ ഹുവ, അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയായിരുന്നു? അപ്പം മരണവർഷം നമുക്കറിയാം അല്ലേ? അദ്ദേഹത്തിന്റെ മരണവർഷം കൊടുത്തിട്ടുണ്ട് 1998-ലാണ്. മരണത്തിനുണ്ടായിരുന്ന കാരണം, ക്യൂം, എന്തുകൊണ്ടാണ് അദ്ദേഹം, കൈസെ ഹുവ, എങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടത്? ഉൻക ഇന്തികാൽ കൈസെ ഹുവ, അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയായിരുന്നു? ഗോലി മാർക്കർ കത്തൽ കർദിയ, അദ്ദേഹത്തിനെ വെടിവെച്ചാണ് കൊന്നുകളഞ്ഞത്. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു പാഠഭാഗത്തിന്റെ ഒരു ഭാഗം തന്നിട്ട് ചോദ്യം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. മിക്കവാറും ഈ പാഠഭാഗത്തിൽ നിന്ന് തന്നെ ചോദ്യം നമുക്ക് വരാൻ സാധ്യതയുണ്ട്.